ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം സംഖ്യാപുസ്തകം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ ലേവ്യരുടെ സമർപ്പണം, പെസഹ ആചരണം, മേഘവും കാഹളവും മുഖാന്തരമുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പ്, ഒടുവിൽ സീനായി പർവ്വതത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്ര തുടങ്ങിയ കാര്യങ്ങളെ വിവരിക്കുന്നു. ഈ ഭാഗങ്ങൾ ചരിത്രപരവും ആചാരപരവുമായി തോന്നുന്നുവെങ്കിലും ഇന്നത്തെ വിശ്വാസികൾക്കായി ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. സമർപ്പണം, അനുസരണം, ആരാധന, ദൈവിക നടത്തിപ്പ്, സന്നദ്ധത, ദൈവസാന്നിധ്യത്തിൽ നടക്കൽ എന്നിവയെക്കുറിച്ച് ഇവ നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 8-ാം അധ്യായം ദൈവം അഹരോനോട് വിളക്കുതണ്ടിലെ 7 വിളക്കുകളും മുൻപോട്ട് പ്രകാശിക്കത്തക്ക വിധം ക്രമപ്പെടുത്തുവാൻ കൽപ്പിക്കുന്നതോടെ ആരംഭിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിലെ വിളക്കുതണ്ട് ദൈവസാന്നിധ്യം, സത്യം, വിശുദ്ധി, ആത്മീയ വെളിച്ചം എന്നിവയുടെ പ്രതീകമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പുരോഹിതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വിളക്കുകൾ നിരന്തരം കത്തിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം വഹിച്ചു. ആത്മീയമായി ഇത് വിശ്വാസികൾ ഇരുണ്ട ലോകത്തിൽ ദൈവത്തിനായി പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന സത്യത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യേശു പിന്നീട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നുവെന്നും തൻ്റെ അനുയായികളോട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നുവെന്നും പ്രസ്താവിച്ചു. ക്രൈസ്തവ ജീവിതം മറച്ചുവെക്കുവാനുള്ളതല്ല. വിശുദ്ധി, സ്നേഹം, സത്യം, താഴ്മ, വിശ്വസ്തത എന്നിവയിലൂടെ തൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കണമെന്ന് ദൈവം തൻ്റെ ജനത്തിൽ നിന്നും ആഗ്രഹിക്കുന്നു. ആശയക്കുഴപ്പം, വഴങ്ങിപ്പോകൽ, ആത്മീയ ഇരുട്ട് എന്നിവ നിറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തോടെ പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എണ്ണ കൊണ്ട് ജ്വലിച്ചിരുന്ന വിളക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയും ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യശ്രമം കൊണ്ട് മാത്രം ആത്മീയമായി പ്രകാശിക്കുവാൻ നമുക്കാവില്ല. പ്രാർത്ഥന, ദൈവവചനം, പരിശുദ്ധാത്മാവ് എന്നിവയാൽ പോഷിപ്പിക്കപ്പെടുമ്പോഴാണ് വിശ്വാസിയുടെ സാക്ഷ്യം തെളിഞ്ഞു നിൽക്കുന്നത്. അടുത്ത ഭാഗം ലേവ്യരെ എങ്ങനെ ശുദ്ധീകരിച്ച് ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചുവെന്ന് വിവരിക്കുന്നു. അവർ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടു. ഇസ്രായേൽ ജനത്തിൻ്റെ പകരക്കാരായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ആദ്യജാതന്മാർക്ക് പകരം വിശുദ്ധ മന്ദിര ശുശ്രൂഷയ്ക്കായി ലേവ്യരെ ദൈവം തിരഞ്ഞെടുത്തു. ആത്മീയമായി ഇതൊരു പ്രധാന സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്ക് മുൻപ് ദൈവം തൻ്റെ ജനത്തെ വിശുദ്ധിയിലേക്ക് വിളിക്കുന്നു. ശുശ്രൂഷ എന്നത് കഴിവോ സ്ഥാനമോ പൊതു അംഗീകാരമോ മാത്രമല്ല. ദൈവം ആദ്യം അന്വേഷിക്കുന്നത് സമർപ്പിത ഹൃദയങ്ങളെയാണ്. പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികളും രാജകീയ പുരോഹിത വർഗം എന്ന് വിളിക്കപ്പെടുന്നു. സഭയിലോ കുടുംബത്തിലോ ജോലിസ്ഥലത്തിലോ സമൂഹത്തിലോ ആയിക്കൊള്ളട്ടെ, ഓരോ ക്രൈസ്തവനും ദൈവത്തെ സേവിക്കാനുള്ള വിളിയുണ്ട്. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്നതിന് മുൻപ് ശുദ്ധീകരണം വരണം. ശുശ്രൂഷയ്ക്ക് മുൻപ് സമർപ്പണം വരണം. ഇന്നത്തെ വിശ്വാസികൾ പലപ്പോഴും തിരക്കേറിയ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. അവിടെ ദൈവസാന്നിധ്യത്തെക്കാൾ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. എന്നാൽ സംഖ്യാപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുറം പ്രകടനങ്ങളെക്കാൾ വിശുദ്ധിയെയും അനുസരണയെയും ഭക്തിയെയും ദൈവം വിലമതിക്കുന്നു എന്നതാണ്. ലേവ്യർ ജീവനുള്ള വഴിപാടായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. നമ്മുടെ മുഴുവൻ ജീവിതവും ദൈവത്തിൻ്റേതാണെന്ന് ഇത് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. റോമർ 12-ാം അധ്യായം നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധയാഗമായി സമർപ്പിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൽ ഇസ്രായേലിയർ ദൈവകൽപ്പന പ്രകാരം പെസഹ ആചരിക്കുന്നു. എന്നാൽ ചിലർ ആചാരപരമായി അശുദ്ധരായിരുന്നതിനാൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. അവർ ആരാധന നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിട്ടില്ലാത്തതിനാൽ ദുഃഖത്തോടെ മോശയുടെ അടുക്കൽ വന്നു. അവർക്ക് പിന്നീട് പെസഹ ആചരിക്കുവാൻ ദൈവം 2ാമത്തെ അവസരം അനുവദിച്ചു. അക്ഷരാർത്ഥത്തിൽ ഇത് തൻ്റെ നിയമത്തിൽ ദൈവത്തിൻ്റെ നീതിയും കരുണയും പ്രകടമാക്കി. ആത്മീയമായി ഇത് ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നവരെ കർത്താവ് കാണുന്നു. ദൈവം വിശുദ്ധനാണ്, എന്നാൽ അവൻ കരുണാനിധിയുമാണ്. അവനോടുള്ള കൂട്ടായ്മയെ സത്യസന്ധമായി അന്വേഷിക്കുന്നവർക്കായി അവൻ വഴിയൊരുക്കുന്നു. പെസഹ എന്നത് പ്രവാചകപരമായി മനുഷ്യരെ പാപത്തിലും ന്യായവിധിയിലും നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ ഇസ്രായേൽ രക്ഷിക്കപ്പെട്ടതുപോലെ വിശ്വാസികൾ ഇന്ന് ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നു. ഇന്നത്തെ ക്രൈസ്തവർക്കായി ഈ ഭാഗം ആരാധനയെ ഒരിക്കലും ലഘുവായി കാണരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. പെസഹ നഷ്ടപ്പെട്ട പുരുഷന്മാർ ദൈവസാന്നിധ്യം ആഗ്രഹിച്ചതുകൊണ്ടാണ് ദുഃഖിച്ചത്. എന്നാൽ ആധുനിക വിശ്വാസികൾ ചിലപ്പോൾ ആത്മീയമായി അശ്രദ്ധരാകുന്നു. ആരാധന നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടുത്തിയാലും എന്ത് ദുഃഖമാണ് നമുക്കുണ്ടാവാറുള്ളത്. യഥാർത്ഥ ആത്മീയ ജീവിതം ദൈവസാന്നിധ്യത്തിനായി വിശക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയതായി തോന്നുന്ന വിശ്വാസികൾക്കും ഈ അധ്യായം പ്രോത്സാഹനമാണ്. നമ്മുടെ പരാജയങ്ങളോ ബലഹീനതകളോ പഴയ തെറ്റുകളോ ആത്മാർത്ഥമായ മാനസാന്തരത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മെ അയോഗ്യരാക്കുന്നില്ല.
ദൈവം ഇന്നും തൻ്റെ കൂട്ടായ്മയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നു. ഈ അധ്യായങ്ങളിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൊന്ന് പകൽ സമയത്തെ മേഘവും രാത്രിയിൽ അഗ്നിയും വിശുദ്ധ മന്ദിരത്തിന്മേൽ നിലകൊണ്ടതിൻ്റെ വിവരണമാണ്. മേഘം നീങ്ങുമ്പോൾ ഇസ്രായേലും നീങ്ങി. മേഘം നിൽക്കുമ്പോൾ അവർ ഒരു ദിവസമായാലും ഒരു മാസമായാലും അതിൽ കൂടുതൽ ആയാലും അവിടെ പാർത്തു. അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തെ ദൈവം ദൃശ്യമായി നയിക്കുകയായിരുന്നു. ആത്മീയമായി മേഘം ദൈവത്തിൻ്റെ നടത്തിപ്പിനെയും സാന്നിധ്യത്തെയും ദിശാബോധത്തെയും പ്രതിനിധീകരിക്കുന്നു. വ്യക്തിപരമായ ഇഷ്ടപ്രകാരമോ മനുഷ്യജ്ഞാനപ്രകാരമോ ഇസ്രായേൽ സഞ്ചരിക്കേണ്ടതായിരുന്നില്ല. അവർ ദൈവത്തെ ആശ്രയിക്കാൻ പഠിക്കേണ്ടിയിരുന്നു. ഇത് ഇന്നത്തെ ക്രൈസ്തവർക്ക് വളരെ പ്രസക്തമാണ്. അനേകർ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു. നാം പലപ്പോഴും വേഗത്തിലുള്ള തീരുമാനങ്ങളെയും സ്വയം നയിക്കുന്ന പദ്ധതികളെയും ഇഷ്ടപ്പെടുന്നു. എന്നാൽ ആത്മീയ പക്വത എന്നത് ദൈവം നീങ്ങുക എന്ന് പറയുമ്പോൾ നീങ്ങുകയും കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ കാത്തിരിക്കുകയും ചെയ്യുന്നതാണ്. ചിലപ്പോൾ ദൈവം വേഗത്തിൽ നയിക്കുന്നു, ചിലപ്പോൾ നമ്മുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും തയ്യാറെടുപ്പിനുമായി താമസിപ്പിക്കുന്നു. മരുഭൂമി യാത്ര ഇസ്രായേലിനെ ക്ഷമയും വിശ്വാസവും പഠിപ്പിച്ചു. രാത്രിയിലെ അഗ്നി ഇരുണ്ട കാലങ്ങളിലും ദൈവം വെളിച്ചം നൽകുന്നുവെന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. അനിശ്ചിതത്വം, കഷ്ടത, ഏകാന്തത, ആശയക്കുഴപ്പം എന്നിവയുടെ സമയങ്ങളിലും ദൈവസാന്നിധ്യം തൻ്റെ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. 10-ാം അധ്യായം മോശയോട് 2 വെള്ളിക്കാഹളങ്ങൾ ഉണ്ടാക്കാൻ ദൈവം കൽപ്പിക്കുന്നതോടെ ആരംഭിക്കുന്നു. ജനത്തെ ഒന്നിച്ചു കൂട്ടുവാനും യാത്ര നിയന്ത്രിക്കാനും യുദ്ധത്തിനായി തയ്യാറാക്കാനും ഉത്സവങ്ങൾ അറിയിക്കാനുമായിരുന്നു അവ ഉപയോഗിച്ചത്. അക്ഷരാർത്ഥത്തിൽ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനത്തെ ക്രമീകരിക്കാൻ കാഹളങ്ങൾ സഹായിച്ചു. ആത്മീയമായ കാഹളങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധതയ്ക്കും ക്രമത്തിനും ഐക്യത്തിനും ആത്മീയ ജാഗ്രതയ്ക്കുമുള്ള വിളിയെ പ്രതിനിധീകരിക്കുന്നു. ക്രൈസ്തവ ജീവിതം ആത്മീയമായി ഉറങ്ങിക്കിടക്കുന്നതോ തയ്യാറെടുപ്പില്ലാത്തതോ ആയിരിക്കരുത്. പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും മാനസാന്തരത്തിലേക്കും ദൗത്യത്തിലേക്കും ജാഗ്രതയിലേക്കും ദൈവം നിരന്തരം തന്നെ ജനത്തെ വിളിക്കുന്നു. പുതിയ നിയമം ഭാവിയിൽ മുഴങ്ങുന്ന ഒരു കാഹളത്തെക്കുറിച്ചും, അതായത് ക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ചും സംസാരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾ കർത്താവിൻ്റെ വരവിനായി സന്നദ്ധരായി നിത്യബോധത്തോടെ ജീവിക്കണം. സീനായിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്ര ക്രൈസ്തവ യാത്രയുടെ പ്രതീകവുമാണ്. രക്ഷയാണ് യാത്രയുടെ അവസാനം അല്ല, അതാണ് തുടക്കം. വിശ്വാസികൾ ദൈവത്തിൻ്റെ നിത്യ വാഗ്ദത്തങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. അവസാനത്തിൽ മോശ വിശ്വാസത്തോടെ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: യഹോവേ, എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. വിജയത്തിനായി ദൈവസാന്നിധ്യത്തെ ആശ്രയിക്കുന്ന മനോഭാവമാണ് ഈ പ്രസ്താവന വെളിപ്പെടുത്തുന്നത്. ഇസ്രായേലിൻ്റെ ശക്തി ഒരിക്കലും അവരുടെ സംഖ്യയിലോ ആയുധങ്ങളിലോ മനുഷ്യ ശക്തിയിലോ ആയിരുന്നില്ല. അവരുടെ മുമ്പിൽ പോകുന്ന കർത്താവിലായിരുന്നു അവരുടെ സുരക്ഷ. ഇന്നും ക്രൈസ്തവർക്ക് ഇതേ സത്യം ബാധകമാണ്. പാപം, ഭയം, പരീക്ഷ, ആത്മീയ വിരോധം എന്നിവയ്ക്കെതിരായ ജയം മനുഷ്യശക്തിയാലല്ല, ദൈവസാന്നിധ്യത്താലും ദൈവശക്തിയിലുമാണ് ലഭിക്കുന്നത്. സംഖ്യാപുസ്തകം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ ദൈവം തൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന, ആത്മാർത്ഥമായി ആരാധിക്കുന്ന, തൻ്റെ നടത്തിപ്പ് പിന്തുടരുന്ന, ആത്മീയമായി സന്നദ്ധരായിരിക്കുന്ന ഒരു ജനത്തെ ആഗ്രഹിക്കുന്നുവെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം ദൈവം തന്നെ നയിക്കുന്ന ഒരു യാത്രയാണെന്ന് ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഇന്നും തൻ്റെ ജനത്തെ നടത്തുകയും തൻ്റെ ദാസന്മാരെ ശുദ്ധീകരിക്കുകയും ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവരെ സ്വാഗതം ചെയ്യുകയും എല്ലാ മരുഭൂമി കാലങ്ങളിലൂടെയും തൻ്റെ മക്കളോടൊപ്പം നടക്കുകയും ചെയ്യുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ കാലങ്ങളിലും ദൈവസാന്നിധ്യം തന്നെയാണ് നമ്മുടെ ദിശയും സംരക്ഷണവും പ്രത്യാശയും. ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് പിന്തുടരുന്നുവോ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം പദ്ധതികളും സമയവും അനുസരിച്ചാണോ നടക്കുന്നത്? ആത്മീയമായി ഇരുണ്ടിരിക്കുന്ന ലോകത്തിൽ എൻ്റെ ജീവിതം ക്രിസ്തുവിനായി പ്രകാശിക്കുന്നുണ്ടോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.